ഭഗവാൻ ശിവൻ ഒരിക്കൽ പാർവതീദേവിയോട് പറഞ്ഞത്രേ, എനിക്ക് വാരണാസിയെക്കാളും പ്രിയം ഭുവനേശ്വറാണെന്ന്. അതായത് ഭൂമിയെ ഈശ്വരനായി കരുതുന്നിടത്താണ് എനിക്ക് വസിക്കാൻ ഇഷ്ടമെന്ന്. ഭുവന ഭൂമി, ഈശ്വർ ഈശ്വരൻ. എന്നിട്ടോ തനിക്ക് പ്രിയപ്പെട്ട ഹരിയോടുകൂടി ഭഗവാൻ മഹാവിഷ്ണുവിനോടുകൂടി ഇരിക്കുന്ന സ്ഥലം ലിംഗരാജ ടെമ്പിൾ. 12 ജ്യോതിർലിംഗങ്ങളുടെയും രാജാവായിട്ട്, ഈശ്വരനായിട്ട്. 1000 വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് മണ്ണ് ഉപയോഗിച്ചിട്ടാണ്, അതായത് റെഡ് സാൻഡ്സ്റ്റോൺ. വേറൊരു രഹസ്യം പറയാം. എല്ലാ ദിവസവും ബാങ്ക് കൊണ്ട് ഭഗവാന് ധാര നടത്തുന്ന ഒരു ക്ഷേത്രം. ബാങ്ക് എന്നാൽ കഞ്ചാവ് ചെടിയുടെ ഇലകളിൽ നിന്നും ഉണ്ടാക്കുന്ന ഭക്ഷ്യയോഗ്യമായ ഒരു വിഭവം. പുരാതന ഇന്ത്യയിൽ 1000 BC തന്നെ ഇത് ഭക്ഷണപാനീയങ്ങൾ ഉപയോഗിച്ചിരുന്നത്രേ. ഇതുകൂടാതെ വെള്ളം, പാൽ ഇവ കൊണ്ടും ഭഗവാന് ധാരയുണ്ട്. സൂര്യൻ്റെ ആദ്യ കിരണം ഭഗവാനിലേക്ക് വീഴത്തക്ക രീതിയിൽ കിഴക്കോട്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ ദർശനം. എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാഴ്ചയുണ്ട് ഇവിടെ. ഒരു മരം, അതിങ്ങനെ നിറയെ ചുവന്ന വളകളുമായി പൂത്തു നിൽക്കുന്നു. ഇലകൾ കാണാത്ത വിധം. സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് അതൊരു നെല്ലി മരമാണെന്ന് മനസ്സിലായത്. അതിനെ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോൾ ദാ കാണാം, കല്യാണം കഴിഞ്ഞതും കഴിക്കാത്തതുമായ പെൺകുട്ടികൾ ആ നെല്ലിമരത്തെ വീണ്ടും വീണ്ടും ചുവന്ന വളകൾ കൊണ്ട് അലങ്കരിക്കുന്ന മനോഹരമായ കാഴ്ച. ഒരു ക്ഷേത്രത്തിനുള്ള 150 ചെറിയ ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിച്ചാലും ഇല്ലെങ്കിലും വരാം. ലോർഡ് ഓഫ് ദ എർത്ത്, ലിംഗരാജ ടെമ്പിൾ.